നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വൻതോതിലുള്ള സാമ്പത്തിക തിരിമറികളും സംബന്ധിച്ച അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ ഏറ്റവും പുതിയ മൊഴി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്യസംസ്ഥാന സ്പോൺസർമാരായിട്ടുള്ള രമേശ് റാവുവിനെയും ഗോവർദ്ധനെയും തനിക്ക് പരിചയപ്പെടുത്തിയത് അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണെന്ന് മൊഴിയിൽ വ്യക്തമാക്കുന്നു. ഹൈക്കോടതിയിൽ SIT സമർപ്പിച്ച റിപ്പോർട്ടിലും ഈ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. മുൻ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പല ഇടപാടുകൾ നടന്നതെന്ന ആരോപണം ശക്തമാകുന്നതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഈ വിഷയം വലിയ ചർച്ചയായിരിക്കുകയാണ്. അന്വേഷണ പരിധിയിൽ നിന്ന് ഇതുവരെ സുരക്ഷിതനായിരുന്ന മുൻ മന്ത്രിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലുകൾ സാരമായി ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴക്കൂട്ടം സ്വദേശിയായ ഒരു സ്ത്രീ തനിക്കെതിരെ നൽകിയ ഭൂമി തട്ടിപ്പ് പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും പോറ്റി ആരോപിക്കുന്നു. ഇരുവരും തമ്മിലുണ്ടായിരുന്ന മുൻകാല ബന്ധങ്ങളും മന്ത്രി പോറ്റിയുടെ വീട്ടിൽ നടത്തിയ സന്ദർശനങ്ങളും ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. കേസിൽ മറ്റ് പല പ്രമുഖരും അറസ്റ്റിലായെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കടകംപള്ളിയെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന ആക്ഷേപം പ്രതിപക്ഷം ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത സന്നിധാനത്തെ ജീവനക്കാരും ശാന്തിമാരും ചേർന്ന് നടത്തുന്ന വൻതോതിലുള്ള പണം കടത്തലാണ്. ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ വിദേശ കറൻസികൾ പോലും വായ്ക്കുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച താൽക്കാലിക ജീവനക്കാരെ പോലും പിടികൂടുകയുണ്ടായി. സന്നിധാനത്തെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും കഴിഞ്ഞ മണ്ഡലകാലത്ത് നടന്ന അസാധാരണമായിട്ടുള്ള ഇടപാടുകൾ ഇതിന് തെളിവായിട്ട് വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. ഭക്തർ അർപ്പിക്കുന്ന കാണിക്കപ്പണം കൃത്യമായി ഭണ്ഡാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഒരു വിഭാഗം ജീവനക്കാർ സംഘടിതമായിട്ട് തട്ടിയെടുക്കുന്ന മാഫിയ ശൈലിയാണ് ഇവിടെ ദൃശ്യമാകുന്നത്. സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ശബരിമലയിലെ മേൽശാന്തിമാരും സഹായികളും സംശയത്തിൻ്റെ നിഴലിലാണ്. വെറും 45 ദിവസത്തിനുള്ളിൽ മാളികപ്പുറം മേൽശാന്തിയുടെ അക്കൗണ്ടിൽ 46 ലക്ഷത്തോളം രൂപ നിക്ഷേപിക്കപ്പെട്ടതായിട്ട് കണ്ടെത്തി. ഇതാകട്ടെ ഭക്തർ നൽകുന്ന ദക്ഷിണയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണമെങ്കിലും ഇത്രയും വലിയൊരു തുക അത് ചുരുങ്ങിയ ഈ ഒരു കാലയളവിൽ ലഭിച്ചത് വിശ്വസനീയമല്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. സഹായിയുടെ അക്കൗണ്ടിലും ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ശാന്തിമാരും ഹോട്ടൽ ഉടമകളും ജീവനക്കാരും ചേർന്ന് നാട്ടിലെ തങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് ബാങ്കുകൾ വഴി അയച്ചുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്തെ SBI അതോടൊപ്പം തന്നെ ധനലക്ഷ്മി ബാങ്ക് ശാഖകൾ വഴി ഏകദേശം 20 കോടിയോളം രൂപയുടെ അസ്വാഭാവിക ഇടപാടുകൾ നടന്നതായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇതിൽ പലതും ദിവസക്കൂലിക്കാരുടെയും ശുചീകരണ തൊഴിലാളികളുടെയും അക്കൗണ്ടുകൾ വഴിയാണ് നടന്നത് എന്നത് സംഭവത്തിൻ്റെ ആസൂത്രിത സ്വഭാവം വെളിപ്പെടുത്തുന്നു. പോസ്റ്റ് ഓഫീസ് വഴി ലക്ഷക്കണക്കിന് രൂപയുടെ മണി ഓർഡറുകളും അയച്ചിട്ടുണ്ട്. ഭക്തർ നൽകുന്ന പൂജാ സാധനങ്ങൾക്കൊപ്പമുള്ള പണം മോഷ്ടിക്കുന്നതും ഭണ്ഡാരം തുറക്കുമ്പോൾ പണം താഴെയിട്ട് കൈക്കലാക്കുന്നതും പതിവാണെന്ന് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു. ദിവസക്കൂലിക്ക് നിയമിക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ വരുന്ന ക്രമാതീതമായിട്ടുള്ള വർധനവും ഇത്തരം തട്ടിപ്പുകൾക്ക് സാഹചര്യമൊരുക്കുന്നുണ്ട്. ഈ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക തിരിമറികളിൽ ഹൈക്കോടതി കർശനമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് B രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ശബരിമലയിലെ പണം ദുരുപയോഗം തടയുന്നതിനുള്ള കർമ്മ പദ്ധതികൾ സമർപ്പിക്കാൻ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഉത്തരവിട്ട് കഴിഞ്ഞു. ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ നൽകിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണങ്ങൾ ഊർജിതമായത്. വിശ്വാസികളുടെ പണം രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് കൊള്ളയടിക്കുന്നത് തടയാൻ കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം അനിവാര്യമാണെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ കേസിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്.